വെള്ളക്കടല പല രീതിയിൽ നമ്മൾ വെക്കാറുണ്ട്. ചന്ന മസാലയൊക്കെ ഇട്ട് ഒരു രീതിയിലും അങ്ങനെ പല രീതിയിലും വെക്കലുണ്ട്. ഇന്ന് ഈ രീതി ഒന്ന് വെച്ച് നോക്കൂ. തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട്, സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. നേരത്തെ നമ്മൾ അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതും എടുത്തു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, ഓയിലായാലും കുഴപ്പമില്ല. ഇത് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. പാന് ചൂടാവുന്ന സമയം വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ കറി വെക്കുമ്പോൾ നമുക്ക് പല രീതിയിലും ചോറിനായാലും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഈ കറി ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നമുക്ക് ചോറ്, ദോശ, ചപ്പാത്തി, അപ്പം പിന്നെ എല്ലാത്തിനും ഇത് മാച്ചാവും. അപ്പൊ കടുക് ഇട്ടിട്ടുണ്ട്. കടുകിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കടുക് ഇടുമ്പോൾ ഒന്ന് മാറി നിൽക്കുക. അപ്പൊ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പം ഇതിട്ടൊരു മണം തന്നെയാണല്ലോ. അത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു സവാളയാണ്, അത്യാവശ്യം ഒരു വലിയൊരു സവാള എടുത്തിട്ടുണ്ട്. നിറയൊന്നും വേണ്ട, ഒരു സവാള മതി. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒന്ന് വഴറ്റി വന്നാൽ മതി. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് പച്ചമണം മാറട്ടെ. അതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഗരം മസാല ഒന്ന് ചൂടാക്കി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വേണ്ട മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി തുടങ്ങിയ പൊടികൾ ആവശ്യത്തിന്, നമ്മുടെ എരിവനുസരിച്ചുള്ള ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ ഇട്ടിരിക്കും. ഈ മുളക് പൊടി അത്യാവശ്യം എരിവുള്ളതാണ്. കുറച്ച് ഇത്രയും ഇടുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് നിങ്ങളുടെ വീട്ടിലുള്ള എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ആകുമ്പോൾ കൂടിയും കുറച്ചൊക്കെ ആവശ്യാനുസരണം ഉപയോഗിക്കുക. അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. അതും നമുക്ക് കുറച്ച് കട്ടിക്ക് അനുസരിച്ചിട്ടുള്ളതാണ്. മല്ലിന്റെ ടേസ്റ്റ് കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതലിടാം. ഒരു ലെവലിൽ മതി എന്നുള്ളവർക്ക് ഇതേ ലെവലിൽ ഇട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് ഞാൻ പറയാൻ കാരണം ചിലർക്ക് മല്ലിപ്പൊടിന്റെ ഒരു മണം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അതുകൊണ്ടാണ് അത് കൂടുതലോ കുറവോ നിങ്ങളുടെ ആവശ്യാനുസരണം അല്ലെങ്കിൽ ടേസ്റ്റ് അനുസരണം ഇട്ടോളാം ഞാൻ പറയുന്നത്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നമുക്കറിയാലോ പൊടികളുടെ മണം ഒരിക്കലും കറിക്ക് അറിയാൻ പാടില്ല. ആ രീതിയിൽ മൂത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇത്രയും വഴറ്റിയ ശേഷം നമുക്ക് ആദ്യമേ ഞാൻ കടല വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിലിട്ടിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാക്കിയുള്ള സംഭവം മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഇനി കടല വേവിക്കുന്നത് കാണിച്ച് സമയം വേണ്ടെന്ന് വിചാരിച്ചു. ആർക്കും വലിയ സമയമില്ല, പെട്ടെന്ന് കറി കണ്ടുപോകണമെന്നാണ് ആഗ്രഹം അല്ലെ. അപ്പോൾ നമ്മൾ ആദ്യമേ കടല വേവിച്ച് തക്കാളി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരച്ച തക്കാളി നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇത്രയും സംഭവം ഇത് ചൂടായി വരുന്ന സമയം കുറച്ച് വെയിറ്റ് ചെയ്യാം. തക്കാളിയുടെ പച്ചമണം, പൊടികളുടെ പച്ചമണം എല്ലാം മാറി വരട്ടെ. അതിൽ നമുക്ക് കുറച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ നമുക്കറിയാം ഒരു മണമൊക്കെ മാറി വരുന്ന സമയത്ത് കുറച്ച് വെള്ളം എടുത്തു കൊടുക്കാം. അധികം വേണ്ട, ഇതൊന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് തേങ്ങ അരച്ച് വെക്കണം. കുറച്ച് തേങ്ങ, കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ട് അരച്ച് വെക്കാം. ഇത്രയും തേങ്ങ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. ഈ തേങ്ങ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ പൊടികളിട്ടു, തക്കാളി അരച്ചതിട്ടു. ഇതൊന്ന് പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങ എല്ലാം അവിടേക്ക് മിക്സ് ചെയ്ത് നമുക്കൊരു കറി രൂപത്തിലാക്കുന്ന പോലെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് തിക്ക് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ തിളച്ച് വന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന, അതായത് നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടി ഇട്ട് കൊടുക്കാം. കടല ഞാൻ അതിന്റെ വെള്ളത്തിന്റെ എല്ലാം ഇടാതെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് വെള്ളം അനുസരിച്ചിട്ട് മാറ്റി കോടിയും കുറച്ച് ഇട്ട് കൊടുക്കാം. അവസാനം ഞാൻ ഈ പാത്രം മാറ്റേണ്ട അവസ്ഥ വന്നു. കുക്കറിലേക്ക് ഞാൻ മൊത്തത്തിലും ഇട്ടു. അങ്ങനെ നമ്മൾ കുക്കറിലേക്ക് ഞാൻ ഈ കറികളൊക്കെ മാറ്റിയിട്ടുണ്ട്. കാരണം അതിന്റെ സത്ത് പോകണമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ കടല ടേസ്റ്റും കടലിന്റെ വെള്ളവും എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു കുക്കറിലേക്ക് ആക്കി വെച്ചു. അപ്പം അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ അല്ല, കടലകളിൽ നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. ചോറിനടക്കം അത്യാവശ്യം നല്ല രീതിയിൽ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.